ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് രണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ട് റെസിപ്പിയാണ്. ജെലറ്റിനോ ചൈന ഗ്രാസ് ഒന്നും വേണ്ട, വെറും 15 മിനിറ്റ് കൊണ്ട് ക്രീമും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ പാർട്ടിയിലെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി പുഡിംഗ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ് ആണ്. ഇതൊരു സൂപ്പർ ടേസ്റ്റി പുഡിംഗ് ആണ്. നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ക്രീമി ടെക്സ്ചറും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ടേസ്റ്റുമാണ്. ഇത് ഞാൻ മുമ്പേ പോസ്റ്റ് ചെയ്ത പുഡിംഗ് ആണ്. അപ്പോൾ ഇതെനിക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത സമയത്ത് 30,000 വ്യൂസ് വരെ കിട്ടിയ ഒരു പുഡിംഗ് ആണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് തന്നെയാണ് വേണ്ടത്. അതൊരു പാക്കറ്റ് എടുക്കുക. അത് ഇതുപോലെ കൈ കൊണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് 5 സ്ലൈസ് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തത്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയെടുക്കുക. ഇത് ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിക്കണ്ട കേട്ടോ. ബിസ്ക്കറ്റും മിക്സിയിലിട്ട് പൊടിക്കണ്ട, കൈകൊണ്ട് പീസാക്കിയാൽ മതി. അപ്പോൾ ഇതും മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബദാമാണ്. ഞാനിവിടെ ഒരു കൈ ഫുള്ളായിട്ട് ഉള്ള ബദാം എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കുക. ഇത് മൂന്നും കൂടെ ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ഇട്ടിട്ട് മെൽറ്റായതിന് ശേഷം ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ തീ കൂട്ടി റോസ്റ്റ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ക്രിസ്പി ആകുന്ന വരെ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. എല്ലാ 3 ഐറ്റംസും ഒരുപോലെ വരുന്ന രീതിയിൽ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഞാനിപ്പോൾ ഫിയോനാൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഇത് നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിനൊന്നും ആകുന്നത്ര സ്റ്റിഫ് ആവണ്ട, ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ്. ഇത് 3ഉം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 3ഉം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരുപോലെ മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ബിസ്ക്കറ്റിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് സെറ്റ് ചെയ്യുക. അതിൽ നിന്ന് പകുതി മാത്രമേ ഇപ്പോൾ ഇതിലൊഴിച്ചിട്ടുള്ളൂ, ബാക്കി പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നേർപകുതിയാണ് സെക്കൻഡ് ലെയറായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ബാക്കിയുള്ള പകുതിയിൽ ഒരു 2 ടേബിൾ സ്പൂണ് ന്യൂട്ടല്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റാക്കിയതായാൽ മതി. ഞാനിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ചോക്ലേറ്റ് ക്രീമിൽ നന്നായി മിക്സാക്കി എടുക്കുക. നല്ലൊരു ചോക്കോ ക്രീം ആകുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റി പുഡിംഗ് ആണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞ് 3ാമത്തെ ലെയറായിട്ട് പുഡിങ്ങിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. മാക്സിമം പറ്റുന്നത്ര നന്നായിട്ട് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റിൻ്റെ ആ മിക്സ്ചർ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നടുവിലായിട്ട് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതും
ചേർത്ത് കൊടുക്കാം. ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിൽ ഫുള്ളായിട്ട് ചോക്കോ ചിപ്സ് ആണല്ലോ, അതുകൊണ്ട് ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ് ആകുമ്പം അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. ഇതിനി നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം ഇതുപോലെ നല്ല പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. പാർട്ടിയിലെല്ലാം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് സെറാഡൂറ പുഡിങ്. ഇതിന് സോഡസ്റ്റ് പുഡിംഗ് എന്നും പറയും കേട്ടോ. ഇതൊരു ഗോവൻ ഡെസേർട്ടാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും തീ വരെ കത്തിക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഗസ്റ്റെല്ലാം വന്നാൽ ബിസ്ക്കറ്റും ക്രീമും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ പുഡിങ്ങിന് മെയിനായിട്ട് എടുക്കുന്നത് മേരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് ഇഷ്ടമല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ബിസ്ക്കറ്റ് ഒരു 40 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനൊരു പുഡിംഗ് ട്രേയിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ തരിയെല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വലിയ പീസൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫിയോനാൻ്റെ വിപ്പിംഗ് ക്രീം തന്നെയാണ് ചേർത്തത്. ഇത് നന്നായിട്ട് സ്മൂത്ത് ആൻഡ് ഫ്ലഫി പോലെ നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇത് മിക്സ് ആക്കിയിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡും ക്രീമും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ബീറ്റർ ഓഫാക്കുക. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ക്രീമും ബിസ്ക്കറ്റിൻ്റെ മാത്രമുള്ളൊരു മിക്സ്ചറാണ്. പക്ഷെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെയും വേറെ ലെവലാണ് കേട്ടോ. നല്ലൊരു സിമ്പിളാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു മേരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൊടിയും ഈ ക്രീമും കൂടെ കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറിൽ ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെയും അങ്ങനെ നമ്മളുടെ പുഡിംഗ് ട്രേൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിത് എത്ര ലെയർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ലെയർ ക്രീമും 3 ലെയർ ബിസ്ക്കറ്റ്, മേലെ ബിസ്ക്കറ്റിൻ്റെ പൊടി വരുന്ന രീതിയിൽ സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മേരിഗോൾഡ് ബിസ്ക്കറ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഏതെങ്കിലും ബിസ്ക്കറ്റ് എടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പുഡിങ്. ഇനി ഇതൊന്ന് പെട്ടെന്ന് തണുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെക്കുക ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് സെറ്റാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാനെല്ലാം പറ്റും കേട്ടോ. നന്നായിട്ട് സെറ്റായതാണെങ്കിൽ വൃത്തിയിൽ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ തന്നെ പറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇതിപ്പോൾ ഞാനൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ 2 പുഡിങ്ങും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.